പാറമേൽ അടിസ്ഥാനം ഇട്ട് വീട് പണിത മനുഷ്യന് തുല്യം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് അതിൻ പ്രകാരം ചെയ്യുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ചിലർ ഓടി വരും, വചനവും കേൾക്കും, അതിൻ പ്രകാരം ചെയ്യത്തില്ല. അതിൻ പ്രകാരം ചെയ്യാത്തവൻ അതെ മണലിന്മേൽ വീട് പണിത മനുഷ്യന് തുല്യൻ. വചനം കേട്ട് അതിൻ പ്രകാരം ചെയ്യുന്നവൻ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യൻ. ജീവിതം അടിസ്ഥാനമില്ലാതെ ജീവിതത്തിൽ നിലനിൽപ്പില്ല. ആ അടിസ്ഥാനമില്ലാതെ നിലനിൽപ്പില്ലാതെ ആടി ഉലയുന്ന നിന്റെ ഏത് ജീവിതത്തെയും യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് കർത്താവിന്റെ വചനം കേട്ടാൽ അതിനെ അടിസ്ഥാനം ഉറപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. അടിസ്ഥാനം മറഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? നീതിമാനായി ഇരുന്നാൽ പോലും അടിസ്ഥാനം മറിഞ്ഞാൽ നിലനിൽപ്പില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വചനം കേട്ട് അതിൻ പ്രകാരം ചെയ്യുന്ന നീ ജീവിതത്തിൽ അടിസ്ഥാനമുള്ളവനായിരിക്കും. സ്തോത്രം, സ്തോത്രം. ഇളകി മറിയുകയില്ല. ആമേൻ. പെരുങ്കാറ്റ് വരാം, തിരമാലകൾ വരാം, വൻ മഴ ചൊരിയാം, എന്തൊക്കെ വന്ന് ആമേൻ കാറ്റ് വന്ന് മഴ വന്ന് വെള്ളം മതിലിന്മേൽ അടിച്ചാലും ആമേൻ സ്തോത്രം, നീ ഉലഞ്ഞു പോകയില്ല, നീ തകർന്നു പോകയില്ല. തകരാതെ നീ നിലനിൽക്കുവാനുള്ളൊരു അടിസ്ഥാനം യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിനക്ക് അവൻ നൽകിത്തരും. അടിസ്ഥാനമുള്ളൊരു ജീവിതം നൽകിത്തരും. അടിസ്ഥാനമുള്ളൊരു ആത്മീക ജീവിതം നൽകിത്തരും. അടിസ്ഥാനമുള്ളൊരു കുടുംബം നിനക്ക് ദൈവം നൽകിത്തരും. അടിസ്ഥാനം ഉള്ള ഒരു ആമേൻ സ്തോത്രം നിത്യത ദൈവം നിനക്ക് നൽകിത്തരും. വേദപുസ്തക വചനം പറയുന്നു, യേശുവിന്റെ അടുക്കൽ വന്നാൽ നിന്റെ ജീവിതം അടിസ്ഥാനമുള്ളതായി മാറുക മാത്രമല്ല, കുടുംബം അടിസ്ഥാനമുള്ളതായി മാറുക മാത്രമല്ല, ആമേൻ സ്തോത്രം, നിത്യതയിലും അടിസ്ഥാനങ്ങളുള്ള ഒരു നിത്യ പട്ടണം നമുക്കായിട്ടുണ്ട്.